ഹായ് ഗൈസ്, കൊച്ചോളി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് തുരുത്തങ്കവല റോഡിലാണ്. ഇപ്പോൾ എന്നെ വിളിച്ച് രണ്ടുപേര് പറഞ്ഞിരുന്നു ഇവിടെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. NH മണ്ണടിക്കുന്ന ലോറി ഇതിലേക്കൂടെ പോയാണ് ഈ കുഴി രൂപപ്പെട്ടത്. ഇവിടെ ആക്സിഡന്റ് ഉണ്ടാകുന്ന നിത്യസംഭവമാണ്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും കടക്കാർക്കൊക്കെയാണ് ഭയങ്കര ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. നമുക്ക് ആ കടക്കാരോടൊന്ന് ചോദിക്കാം. അവരുടെ കടയിലേക്കാണെങ്കിലും ചെളിവെള്ളം വരെ അടിച്ചു കയറി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. നമുക്ക് ഈ ഭാരമേറിയ വാഹനങ്ങൾ പോകാൻ നേരത്ത് നമ്മുടെ കടകളിലോട്ട് ഉൾപ്പെടെ ഇത് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനമാണ്. നമുക്ക് ഡിസ്പ്ലേ പോലും ഓണക്കാലത്താണ് നമുക്ക് ഇച്ചിരി കച്ചവടം കിട്ടുന്നത്. ഒരു ഡിസ്പ്ലേ പോലും കടയുടെ ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാര്യം പൂഴി വെള്ളമാണ്, ഈ ചെളിവെള്ളമാണ് അടിച്ചു കയറുന്നത് ഇതിൻ്റെ അകത്തടി. അതുപോലെ തന്നെ ഇതൊരു ബേക്കറിയാണ്. ബേക്കറിയിൽ നമുക്ക് ഫ്രൂട്ട്സ് അതുപോലുള്ള സാധനങ്ങളൊന്നും പുറത്ത് ഡിസ്പ്ലേ പോലും വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് ഈ മണലുമാരി വരുന്ന വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ഇതിന് ദോഷം സൃഷ്ടിച്ചത്. അത് ഞങ്ങൾ അവരെ അറിയിച്ചപ്പോഴത്തേനും അവർ കൊണ്ടുവന്ന് കാണിച്ച ഒരു കോപ്രായമാണ് ഈ പറയുന്ന പൊങ്ങിക്കിടക്കുന്ന ഈ ഒരു ഏരിയ. പക്ഷെ അതിൻ്റെ തൊട്ട് പറ്റയായിട്ട് മാറിക്കൊണ്ട് ഒരു ATMന്റെ ഫ്രണ്ടിൽ പോലും ചെളിക്കുണ്ടായിട്ട് മാറുന്ന രീതിയിലോട്ടാണ് ഇപ്പം നിലവിൽ വന്നത്. ആ വെള്ളത്തിന് ഒഴുക്ക് എങ്ങോട്ടാണെന്നുള്ളത് ആ പോകേണ്ട രീതിക്ക് പോയിരുന്നെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ആ ചെളിക്കുണ്ട് ഉണ്ടാകത്തില്ല. അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ്. അത് ദൈനംദിനം ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ആൾക്കാർ ഓട്ടോയിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ഏരിയയാണ്. പക്ഷെ അവിടെ ചെളിക്കൊണ്ട് വന്നപ്പോൾ ആ ചേച്ചി വരെ നോക്കി, ആ ചേച്ചി വരെ പിടിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത്. അപ്പം നമ്മൾ ഈ പ്രദേശം ഫുള്ള് പൊക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു നമ്മൾ ശരിക്കും ദ്രോഹിക്കുന്ന രീതിയിലാകലും ഒരു പുരോഗമനം ഉണ്ടാകാൻ നേരത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുകിട വ്യാപാരികളാണ്. ഞങ്ങളെയൊന്നും ഒരു കാരണവശാലും ദ്രോഹിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഈ ഹൈവേ വികസനവും ബാക്കിയുള്ളതൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ടിനൊരു തീരുമാനം ഉണ്ടാകണം. ഇപ്പം ഈ പറയുന്ന അപകടങ്ങൾ ഒഴിവാകണം. ജനങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഒരു അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. ആലപ്പുഴ തണ്ണീർമുക്കം റോഡിൽ തുരുത്തങ്കവല ജംഗ്ഷനിൽ കാണുന്ന ഈ റോഡ് നിത്യേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. സ്കൂൾ ബസ്, KSRTC ബസ് അടക്കം പുത്തനമ്പലം ഭാഗത്തു നിന്ന് ആലപ്പുഴ മുഹമ്മ ഭാഗത്തേക്കും തണ്ണീർമുക്കം ഭാഗത്തേക്കും നൂറുകണക്കിന് ആൾക്കാർ യാത്ര ചെയ്യുന്ന റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ആക്സിഡന്റ് ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനപാതയായ റോഡ് അടിയന്തരമായി പുനർനിർമ്മിച്ച് വീണ്ടും സഞ്ചാരയോഗ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം, അടിയന്തരമായി ഇടപെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തുരുത്തങ്കവല ജംഗ്ഷനിൽ ഇപ്പോഴും 2 ആക്സിഡന്റ് നടന്നേ ഉള്ളൂ. നമ്മളിവിടെ ഓട്ടോ ഓടിക്കുന്ന കാരണം നിത്യേന ഇതിപ്പോൾ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗായലിൽ നിന്ന് മണ്ണ് കയറ്റിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ വന്നതിൽ പിന്നീട് ഇവിടെ ഈ കുഴി രൂപപ്പെട്ടത് ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി രാത്രി കാലങ്ങളിൽ ഇത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്ന് അധികൃതർ നോക്കി അത് ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുക. ഹായ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ തുരുത്തങ്കവല റോഡിൻ്റെ ഒരു ശോചനീയ അവസ്ഥ. ഇത് നമ്മുടെ NH ചെളി കയറ്റിക്കൊണ്ടു പോകുന്ന കണ്ടെയ്നറുകളും അല്ലെങ്കിൽ ചെളി കയറ്റിക്കൊണ്ടുവന്ന ടോറസുകളൊക്കെ പോയാണ് ഈ റോഡ് ഈ ഗതി ആയത്. ഇത്രയും വലിയ കുഴികളൊക്കെ രൂപപ്പെട്ടത് ഇവിടെ അപകടമുണ്ടാകുന്ന ഒരു നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു നടപടി എടുക്കണമെന്ന് ഇവിടുത്തെ അധികൃതരുടെ മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ഇനിയെങ്കിലും അധികൃതർ ഇതൊന്ന് കണ്ണു തുറന്ന് കാണൂ, അതിന് വേണ്ട നടപടികളൊന്ന് സ്വീകരിക്കൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നവരെ ഓക്കെ, ബൈ.